രാഹുൽ എങ്ങനെയാണ് കയറി കൂടുക? കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചിട്ടാണ് അവിടെ കയറിയത്. ഉടൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇറങ്ങി പോടാ കഴുതേ എന്നാണ് ആ കുറിപ്പിലുള്ളത് എന്നാണ്. നമ്മൾ കണ്ടിട്ടില്ല. കോൺഗ്രസുകാർ വാച്ചേൻപാട് മുഖേന കൊടുത്ത കുറിപ്പിലാണ് പറയുന്നത്. നമ്മൾ മുമ്പ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് ചിലയിടങ്ങളിൽ പരിപാടിക്ക് വരുന്ന സമയത്തെല്ലാം തന്നെ സ്ത്രീകൾ പുറത്തേക്ക് കുറ്റിച്ചൂലെടുത്ത് വരുമായിരുന്നു. ഇപ്പൊ പാലക്കാട് ഈ രാഹുലെല്ലാം പോയാൽ അവിടുത്തെ സ്ത്രീകൾ കുറ്റിച്ചൂലുമായി കാത്തിരിക്കുകയാണ് ഈ രാഹുലിനെ. ആത്മാഭിമാനമുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ അദ്ദേഹം ചെയ്തത്? എന്തൊക്കെയാ? നിർബന്ധിത ഗർഭം അലസിപ്പിക്കൽ. ഗർഭചിത്രം നമ്മൾ പറയണ്ട, അതൊരു സംസ്കൃത വാക്കായിരിക്കും. അലസിപ്പിക്കൽ. 2 വധഭീഷണി. 3 ശൃംഗാരം. ഇതല്ലേ നമ്മൾ കണ്ട് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് കണ്ടതല്ലേ? ഇതൊക്കെ ടിവിയിൽ നമ്മൾ കണ്ടു, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു. രാഹുൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവിന്റെ മാതൃക സ്വീകരിച്ചിട്ടല്ലേ ഇവിടെ നടത്തുന്ന? അഖിലേന്ത്യാ നേതാവ് അക്കാലത്ത് ചെയ്തത് എന്താ? സുശീൽ കുമാർ, നൈന സാഹിനി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകയെ ഭാര്യയാണെന്നും പറയുന്നു. എല്ലാം മറ്റൊരു വാക്കുണ്ട്, ഭാര്യയല്ലാതെ ഭാര്യയെ പോലെ, അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഒരേ മുറിയിലായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നു. തെളിവ് നശിപ്പിക്കാൻ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന് ഡൽഹിയിലെ വലിയൊരു ഹോട്ടലിലെ സ്വാധീനം ഉപയോഗിച്ച് തണ്ടൂരി ചിക്കനാക്കി മാറ്റാൻ കഴിഞ്ഞു. ഡൽഹി കോൺഗ്രസിന്റെ സംസ്കാരം ആ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കാട്ടിത്തന്ന പാതയിലൂടെയല്ലേ രാഹുൽ സഞ്ചരിച്ച്. പക്ഷെ രാഹുലിന്റെ ഒരു പ്രത്യേകത കേട്ടോ, ഞാൻ ആ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ പട്ടിക നോക്കുമ്പോൾ എല്ലാ പെൺകുട്ടികളും കോൺഗ്രസ് കുടുംബത്തിലുള്ളവരാണ്. അത് നന്നായി. കോൺഗ്രസ് വിട്ടിട്ടുള്ള ഒരു കളിക്കും രാഹുൽ പോയിട്ടില്ല. സ്വന്തം പാർട്ടി. ഇവിടെ കോൺഗ്രസ്സുകാർ KPCC DCC നേതൃത്വം ചെയ്തതെന്താ? സ്വന്തം പാർട്ടിക്കാരെ വഞ്ചിച്ചു. രാഹുലോ സ്വന്തം പാർട്ടിക്കാരെ വെച്ചു. ഇതേ വ്യത്യാസം. എന്തൊരു കോൺഗ്രസ്! ഈ കോൺഗ്രസിന്റെ ജീർണത കൊണ്ട് ഈ നാട് എങ്ങനെയാണ് കോൺഗ്രസിനൊപ്പം നിൽക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജീർണിച്ച കോൺഗ്രസിനെതിരെ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ ഒരുമിച്ച് പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട്. DCC ഓഫീസിന് മുമ്പിൽ കരാർ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജയന്റെ മരുമകൾ സത്യഗ്രഹം ഇരിക്കുകയാണെങ്കിൽ അതിനെല്ലാ പിന്തുണയും ഈ നാട് നൽകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവരെ അവിടുന്ന് അടിച്ചോടിക്കാൻ ICയും ECയും AC ഒന്നും വരണ്ട കേട്ടോ. അങ്ങനെ അടിച്ചോടിക്കാമെന്നും കരുതണ്ട. അതുകൊണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ആ വിജയന്റെ മരുമകൾ DCC ഓഫീസിന്റെ മുമ്പിൽ ഇരിക്കാൻ ഇടവരാത്ത വിധം ആ കരാറിൽ പറഞ്ഞ തുക കൊടുത്ത് ആ കുടുംബത്തിന്റെ വീടും സ്ഥലവും സംരക്ഷിച്ച് ആ കുടുംബത്തെ വഴിയാധാരമാക്കാതിരിക്കാൻ നടപടി ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.